കാലടി പഞ്ചായത്തിലെ ഭരണ നിശ്ചലാവസ്ഥയ്ക്കെതിരെ CPM നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവും സർക്കാരിന്റെ വീഴ്ചകളെ മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണെന്ന് UDF ഭരണസമിതി. നമ്മുടെ പഞ്ചായത്തിനെതിരെ CPMന്റെ ഈ പിക്കറ്റിംഗ് തീർച്ചയായിട്ടും 100% രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റിനെ എല്ലാ ജനപക്ഷത്തിൽ ഗവൺമെന്റിന് ആകെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ജനങ്ങൾ അതിനെതിരെ ഒരു പ്രശ്നമായിട്ട് ജനങ്ങളിൽ നിന്ന് വെറുതെ ഒരു പഞ്ചായത്തിനെതിരെ ഒരു പ്രതിരോധം കൊണ്ടുവരികയാണ്. ഞങ്ങൾ 100% എല്ലാ കാര്യങ്ങളും ലൈഫായാലും എന്തായാലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും 254 വീടാണ് ലൈഫ് പദ്ധതിയിലുള്ളത്. മൊത്തം SC ഫണ്ട് കൊടുത്തു കഴിഞ്ഞു, അതേപോലെ ജനറലും കൊടുത്തു കഴിഞ്ഞു. ഇനി 44 വീടാണ് ഇനി ജനറൽ വീട് ബാക്കിയുള്ളത്. അത് ഈ വർഷം കൊണ്ട് കഴിഞ്ഞു. അത് പ്ലാൻ ഫണ്ട് 5 ലക്ഷം രൂപ മേലെ കഴിഞ്ഞ മാർച്ചിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതൊക്കെ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്, പഞ്ചായത്തിന്റെ വീഴ്ചയല്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തു. ലൈറ്റ് ആയാലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ മൂലം ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് CPM പ്രതിഷേധത്തിലൂടെ നടത്തിയതെന്ന് കാലടി പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. കഴിഞ്ഞ തവണ 5 വർഷം ഭരിച്ച LDF ഭരണസമിതി 20 വർഷം പുറകിലേക്ക് പഞ്ചായത്തിന്റെ വികസനം കൊണ്ടുപോയെന്നും അവർ ആരോപിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പത്തെ 5 വർഷം ഈ ഭരണസമിതിയെ നയിച്ചിരുന്നത് LDF ആയിരുന്നു. ആ സമയത്തൊക്കെ കഴിഞ്ഞ 20 വർഷം പുറകിലേക്ക് കാലടി ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടുപോയി. UDFന്റെ ഭരണസമിതി വന്നത് മുതൽ തന്നെ വളരെ ചിട്ടയായി ഞങ്ങൾ ആസൂത്രണം ചെയ്ത് വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഭരണസമിതി ഏറ്റെടുത്ത ആദ്യത്തെ വർഷം മലപ്പുറം ജില്ലയിൽ തന്നെ പദ്ധതി വിഹിതം നിർവഹിക്കുന്നതിൽ ഒന്നാമതെത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതിനുശേഷം ഇവർ പറയുന്ന ഓരോ ആരോപണങ്ങളും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒന്ന്, ലൈഫ് ഭവന പദ്ധതിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, നമുക്ക് ആകെ 284 വീടുകളാണ് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 44 വീടുകളല്ലാത്ത എല്ലാ വീടുകളും നമ്മൾ എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആദ്യത്തെ 2 ഗഡു നമ്മൾ പഞ്ചായത്തിന്റെ ഗഡുകൾ കൊടുത്തു. ഇനി സർക്കാരിന്റെ ലോണും സർക്കാരിന്റെ ഫണ്ടുകൾ വരാത്തതിൻ്റെതാണ് അവർക്ക് ഫണ്ട് കിട്ടാൻ പ്രയാസമുള്ളത്. ആ ഒരു കാര്യം സർക്കാരിനോട് ഇവർ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് തന്നെ ഫണ്ട് വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് വായ്പ ഇനത്തിന്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്ലാൻ ഫണ്ടിന്റെ കാര്യം കഴിഞ്ഞ വർഷം പുറകിൽ പോയി. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ഫണ്ടിന്റെ കാര്യം പുറകിൽ പോയത് ഈ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടുക്കും ഉള്ള പഞ്ചായത്തുകൾ പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിൽ പിന്നിൽ പോയി. എന്താ അതിന് കാരണം? നമ്മുടെ പഞ്ചായത്തിന് സർക്കാർ അനുവദിച്ച ഫണ്ടിൽ നിന്ന് സർക്കാർ നമുക്ക് തന്ന ഫണ്ടുകളെല്ലാം നിങ്ങൾക്ക് ട്രഷറി പരിശോധിച്ചാൽ 0 ആണ്. 25-ാം തീയതി വന്ന ഫണ്ടുകളൊന്നും ട്രഷറിയിൽ മാറാൻ പറ്റാത്തൊരവസ്ഥ. വളരെ പ്ലാനോടുകൂടി സർക്കാർ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തരുന്ന ഫണ്ടുകൾ 25-ന് നമുക്ക് കാലത്ത് ഫണ്ടുകൾ തന്നു. അത് വൈകിട്ട് 5 മണി വരെ നമുക്ക് ട്രഷറിയിൽ നിന്ന് മാറിയെടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ബില്ലുകളെല്ലാം സമർപ്പിച്ചപ്പോൾ 11 മണിയോടുകൂടി ട്രഷറി ബ്ലോക്ക് ആകുന്ന വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായത്. വളരെ പ്ലാനോടുകൂടി പഞ്ചായത്തിന്റെ ഫണ്ടുകളെല്ലാം സർക്കാർ തിരിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായത്. ഇത് കാലടി ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത എടപ്പാളെടുത്തോട്ടെ, CPM ഭരിക്കുന്ന എടപ്പാളെടുത്തോട്ടെ, തവനൂരെടുത്തോട്ടെ, എല്ലായിടത്തും അവസ്ഥ ഇതായിരിക്കെ ഇതിലൊക്കെ പിന്നെ മറച്ചു പിടിച്ച് വേറെ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇവര് 1,35,00,000 പിന്നെ ഫണ്ട് 25 ലക്ഷം മാത്രം ചെലവഴിച്ചത് മെയിൻ്റനൻസ് ഗ്രാൻഡിന്റെ കാര്യത്തിലാണ് പറയുന്നത്. സത്യത്തിൽ ഇവിടെ LDF ഭരിക്കുന്ന സമയത്ത് എത്രയായിരുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ് കാലടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരുന്നത്? വെറും 55 ലക്ഷമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്ന് വളരെ കൃത്യമായി നമ്മുടെ ആസ്തികളുടെ ഡീറ്റെയിൽസ് സർക്കാരിന് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് കാലടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 1.5 കോടിയോളം രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല? സത്യമായിട്ടുള്ള കാര്യമാണ്. അതും തികച്ചും സർക്കാരിന്റെ ഈ ഒരു നയം കാരണം മാത്രമാണ്. ആ സമയത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ പരിശോധിച്ചാൽ അറിയാം, കോൺട്രാക്ടർമാർ അവർക്കുള്ള പേയ്മെന്റ് കിട്ടാനായിട്ട് സമരത്തിലായിരുന്നു. ഒരു വർക്ക് പോലും ഒരു പഞ്ചായത്തിൽ കോൺട്രാക്ടർമാർ എടുക്കാൻ തയ്യാറില്ല. അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് നമ്മൾ സ്പിൽ ഓൺ കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഇപ്പൊ നടപ്പിലാവുന്നുണ്ട്. സർക്കാരിന്റെ തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ചിറ്റമ്മ നയം മൂലമാണ് പല പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്നതെന്നും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു, വൈസ് പ്രസിഡന്റ് ബൾക്കീസ് കൊർണപ്പറ്റ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം K തിരുത്തി എന്നിവർ പറഞ്ഞു. NCV ന്യൂസ്, എടപ്പാൾ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ,
ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.